ഉത്രാടപ്പാച്ചിലാണ് അല്ലെ. ഉത്രാടപ്പാച്ചിലൊക്കെ തുടങ്ങി ചിലയിടങ്ങളിൽ കമ്പോളങ്ങളിൽ നിന്ന് വിപണിയിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. പ്രിയപ്പെട്ടവരെ, പൊന്നോണം കെങ്കേമമാക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് മലയാളികൾ. ഉത്രാട ദിനമായി ഇന്ന് രാവിലെ മുതൽ തന്നെ ഓണവിപണിയിൽ നല്ല തിരക്കാണ്. പൂക്കളമൊരുക്കാനും സദ്യവട്ടത്തിനുമൊക്കെയുള്ള ഓട്ടപ്പാച്ചിലിന് തിരക്കിലാണ് എല്ലാവരും. ലിബി സജീന്ദ്രൻ തൃക്കാക്കരയിലുണ്ട്. സദ്യ ഒരുക്കാനുള്ള തിരക്കാണ് അവിടെ. സുനിഷ അയ്യല്ലൂർ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലുണ്ട്. രണ്ട് ക്ഷേത്രങ്ങളിൽ നിന്നായി നമ്മുടെ രണ്ട് റിപ്പോർട്ടർമാർ തത്സമയം ചേരുന്നു. ആദ്യം ഞാൻ ലിബിയിലേക്ക് പോകാം. അവിടെ ഉത്രാട സദ്യ ഒരുങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, 11 മണി മുതൽ തൃക്കാക്കരയിൽ ലിബി സജീന്ദ്രൻ നിൽക്കുന്ന തൃക്കാക്കര ക്ഷേത്രത്തിൽ അവിടെ ഉത്രാട സദ്യ ഒരുങ്ങും. പഴയിടമാണ് ഉത്രാട സദ്യ ഒരുക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ എറണാകുളം ഭാഗത്തുള്ളവർ പോന്നോളും. 11 മണിക്ക് വാമനമൂർത്തി ക്ഷേത്രത്തിൽ ഉത്രാട സദ്യ ഒരുങ്ങുന്നു. ലേബിയുണ്ട്. ലേബി, എവിടം വരെ എത്തി സദ്യ ഒരുക്കങ്ങൾ? ഡോക്ടർ അരുൺ, സദ്യവട്ടങ്ങളെല്ലാം ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഉത്രാട സദ്യ വലിയ കങ്കേമമാണല്ലോ തൃക്കാക്കര വാമന ക്ഷേത്രത്തിലെ ഉത്രാട സദ്യ. പഴയിടത്തിൻ്റെ സദ്യ എന്നുകൂടി നമ്മുടെ പ്രേക്ഷകർ ഓർക്കേണ്ടതുണ്ട്. പഴയിടം മോഹനൻ നമ്പൂതിരി എത്തി എന്ന് പറയുമ്പോൾ തന്നെ സദ്യ ഉണ്ണാൻ ആളുകൾ ഇങ്ങോട്ട് ഒന്നുകൂടി ഉത്സാഹത്തോടു കൂടി വരും. തിരുമേനി, എന്തൊക്കെയാണ് ഇത്തവണത്തെ സ്പെഷ്യലില്ല. ഇവിടെ ഒരു സ്ഥിരമായ പ്രോട്ടോകോൾ ഉണ്ട്. വാമന ക്ഷേത്രം ആയതുകൊണ്ട് ആ കറികൾ തന്നെയാണ് അല്ലേ? അതിനെ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് ഉത്രാട ദിവസം 12 കൂട്ടം വിഭവങ്ങളാണ്. പരിപ്പ് പുറത്തതിനോട് കൂടിയ 12 കൂട്ടം വിഭവങ്ങളാണ്. ഏതാണ്ട് 10,000-ഓളം ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കേണ്ടതുണ്ട്. നാളെ തിരുവോണത്തിനും തിരുവോണത്തിന് 2 കൂട്ടം പായസം, അതായത് ഗോതമ്പും പാലട ഉൾപ്പെടെ 20 കൂട്ടം വിഭവങ്ങളുണ്ട്. നാളെ 15,000 പേർക്കും കൊടുക്കേണ്ടി വരും. മറ്റ് സദ്യ, തിരുമേനിയുടെ സദ്യ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് ചോദിക്കേണ്ട. അതുമായിട്ട് വ്യത്യാസമായി എന്താണ് ബാക്കിയുള്ള ഞങ്ങൾ യുവജനോത്സവ സദ്യയൊക്കെ കഴിച്ച് ശീലിച്ചവരാണല്ലോ. ഈ സദ്യയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്ര വാമന ക്ഷേത്രത്തിലെ ഉത്രാട സദ്യ എന്ന് പറയുമ്പോൾ എന്ത് പ്രത്യേകതയാണ് അതിനകത്ത് മറ്റ് കറികളിലും? ഇതൊരു ഡിവൈൻ കൺസെപ്റ്റാണ്. നമ്മുടെ യൂത്ത് ഫെസ്റ്റിവലായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇതൊരു ഡിവൈൻ കൺസെപ്റ്റാണ്. അപ്പോൾ അതിൻ്റെ അത് ഉണ്ടാക്കുന്ന രീതിക്ക് ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആ ഒരു ഡിവൈൻ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഒരു ഡിവൈൻ പരിവേഷം എന്ന് പറയുമ്പോൾ തിരുമേനി നമ്മുടെ പ്രേക്ഷകർക്കായിട്ടാണ്. അത് എത്രത്തോളം ഒരു ആചാരപരമായ അതിൻ്റെ ആചാരപരത്തിനേക്കാൾ ഉൾപ്പെടെ മറ്റത് കുറച്ചുകൂടി കൊമേഴ്സ്യലാവും. അതങ്ങനെ ആവുന്നില്ല എന്നുള്ളതാണ്. വളരെ ഭക്തിപൂർവ്വം തന്നെയാണ് ഇവിടെ സദ്യ ക്രമീകരിക്കുന്നത്. അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഏതൊക്കെയാണ് കറികൾ? സാമ്പാർ ഉൾപ്പെടെയാണ് തരുന്നത്. സാമ്പാർ, കൂട്ടുകറി ഉണ്ട്, അവിയലുണ്ട്, എല്ലാ വിഭവങ്ങളും ഉണ്ട്. 12 വിഭവങ്ങളും ഉള്ളൂ എന്നുള്ള അത്യാവശ്യം വേണ്ട വിഭവങ്ങളെല്ലാം ഉണ്ടെന്ന്. പക്ഷേ നാളെയാണ് എല്ലാ വിഭവങ്ങളും വെച്ച് 20 കൂട്ടം വിഭവങ്ങളുണ്ട്. നാളെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പാലടയും ഗോതമ്പ് ഉൾപ്പെടെ 2 കൂട്ടം പായസവും ഉണ്ട്. ഡോക്ടർ അരുൺ, ഇന്ന് ഈ സദ്യ ഏതാണ്ട് 11 മണിയോടുകൂടി ഇവിടെ സദ്യ ആരംഭിക്കും. അതിന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വന്ന് അതിന് മുൻപ് ഒരു ചെറിയ ചടങ്ങുണ്ട്. അത് ഉദ്ഘാടനം ചെയ്യുമെന്നാണ് സംഘാടകർ പറയുന്നത്. ഏതായാലും ഇവർ മുഖ്യമന്ത്രിയെ കൂടി പ്രതീക്ഷിക്കുകയാണ്. ശരിക്കും ക്ഷേത്ര ഭാരവാഹികളൊക്കെ നമുക്കിപ്പം ഉണ്ട്. ഇവിടെ നേരത്തെ ഡോക്ടർ അരുണിൻ്റെ ഇതിൻ്റെ പ്രേക്ഷകർക്കായി ഒരു കാര്യം കൂടി പറയാം. പഴയ ചേര വംശകാലത്ത് തുടങ്ങിയ ഒരു ആചാരമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അന്ന് 28 ദിവസത്തെ ഉത്സവമായിരുന്നു ഈ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നത്. അന്ന് 28 ദിവസവും ഇവിടുത്തെ ഇങ്ങോട്ട് എത്തുന്നവർക്ക് മുഴുവൻ ഭക്ഷണം നൽകിയിരുന്നു. അതിൻ്റെ ഒരു അനുസ്മരണം എന്നുകൂടി പറയാം നമ്മൾക്ക് ഈ ഓണസദ്യയെ. 16-ാം തീയതി നമ്മൾ സാംസ്കാരിക സമ്മേളനത്തോടു കൂടി കൊടിയേറ്റ് സദ്യ, പിറ്റേ ദിവസം 17 കൊടിയേറിയതിന് ശേഷം കൊടിയേറ്റ് സദ്യയോടുകൂടിയുള്ള എല്ലാ ദിവസവും ഭക്തജനങ്ങൾക്കുള്ള അന്നദാനം സദ്യ ഇവിടെ ഉണ്ടായിരുന്നു. പപ്പടം, പഴം, പായസം എല്ലാ രീതിയിലും നല്ല രീതിയിൽ വരുന്നവർക്ക് മുഴുവൻ കൊടുത്തിരുന്നു. എല്ലാവരും മനസ്സറിഞ്ഞ് കഴിച്ച് ഭഗവാന്റെ പ്രസാദം കഴിച്ചിട്ടാണ് ഇവിടെ നിന്ന് പോണത്. ഇന്ന് ഉത്രാട സദ്യക്ക് നമ്മൾ 10,000-ൽ മുകളിൽ ആളുകളെ ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. മഴ ഒരു തടസ്സമാണെങ്കിൽ പോലും ഇപ്പോഴേ കാണാം നമുക്ക് ജനങ്ങൾ ഓരോ സ്ഥലത്ത് വന്നു കൂടിയിട്ടുണ്ട്. വലിയ തിരക്കൊക്കെയാണ്. ഡോക്ടർ നോക്കുക, ഇവിടുത്തെ സാമ്പാർ റെഡിയായി കഴിഞ്ഞു. ഓരോ പാത്രത്തിലും വലിയ കുട്ടകങ്ങളിൽ ഓരോ വിഭവങ്ങൾ റെഡിയായി കഴിഞ്ഞു. സൂചിപ്പിച്ചതുപോലെ രാവിലെ തന്നെ ഉത്രാട സദ്യ തയ്യാറായി കഴിഞ്ഞു. പഴയിടത്തിന്റെ ഒരു ശൈലി അങ്ങനെയാണ്. പഴയിടം പാചകം തുടങ്ങുന്ന സമയത്ത് ഒരു 8-9 മണിയാകുമ്പോഴേക്കും മിക്ക ഐറ്റങ്ങളും റെഡിയായി കഴിയും. പിന്നെ അവസാന വട്ടത്തെ ചില പപ്പട കാച്ചിലും ഒക്കെ പോലെയുള്ള കാര്യങ്ങൾ മാത്രമേ ബാക്കി ഉണ്ടാവൂ. അപ്പോൾ 11 മണിക്ക് ഉത്രാട സദ്യ ഉണ്ടാൻ വേണ്ടി എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിലേക്ക് ക്ഷണിക്കുന്നു. 10,000-ഓളം ആളുകൾക്കാണ് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിൽ ഇന്ന് ഉത്രാട സദ്യ ഒരുങ്ങുന്നത്. നാളെ ഇത് 15,000 ആവും. 20 കൂട്ടം കറികളാണ് നാളെ. ഇന്ന് 12 കൂട്ടം കറികളാണ്. കാര്യം വാമനമൂർത്തി ആയതുകൊണ്ട് വാമനന് ഇഷ്ടപ്പെട്ട കറികളാണ് ഇന്ന് ഉത്രാട സദ്യയ്ക്ക് ഒരുക്കുക.